തടസ്സങ്ങളില്ലാതെ സ്കൂൾ ക്യാമ്പസുകൾ ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് അവയെ മാറ്റിയെടുക്കാനാണ് ബാരിയർ ഫ്രീ സ്കൂൾ പദ്ധതി നാം നടപ്പാക്കി വരികയാണ്. ഈ കാലയളവിൽ 30,373 അധ്യാപകരെ നിയമിക്കുകയും ചെയ്തു. സത്യനികേതനമേ നിന്റെ ചിത്രകവാടം തുറക്കുന്ന ഞങ്ങളിൽ നിത്യവും വരം ചൊരിയൂ. നമ്മുടെ തന്നെ സ്കൂളിലെ വിദ്യാർത്ഥിയായ അദ്ദേഹത്തിൻ്റെ മകൾ ഇവിടെ പഠിക്കുന്നുണ്ട്. വിദ്യാർത്ഥിയായ ആനോട് വാർഡിൻ്റെ മെമ്പറായ നമ്മുടെ PTA വൈസ് പ്രസിഡന്റായ ശ്രീ ജിജിത്ത് അവർ നല്ലൊരു വിജയ ശതമാനമാണ് ഈ സ്കൂളിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ അധ്യാപകർ PTA അംഗങ്ങളുമാണ്. പല ആക്ടിവിറ്റീസുമായിട്ട് അതിന് ഇവിടുത്തെ PTA സജ്ജമാണ്. അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ സ്പോർട്സ് കാര്യങ്ങളിലും എല്ലാ കാര്യം ആർട്സ് ആയിരുന്നു സ്പോർട്സ് ആയിരുന്നു എല്ലാ കാര്യത്തിലും അധ്യാപകരും ചരിത്രം ഒക്കെ ഉള്ള ഈ സ്കൂള് അവരുടെ ഉള്ളിലെ വിശ്വാസമാണ് ഈ സ്കൂളിലേക്ക് അവരെ കുഞ്ഞുങ്ങളെ ഇവിടെ എത്തിച്ചത്. കാരണം നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷത്തെ SSLC റിസൾട്ട് തന്നെ അതിൻ്റെ ഒരു ടെസ്റ്റിമോണിയലാണ്. 5 വർഷമായിട്ട് നല്ല രീതിയിൽ നമ്മുടെ സ്കൂൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങൾ രക്ഷകർത്താക്കൾ ഏറ്റവും കൂടുതൽ അതിനൊരു സഹായം ചെയ്യുന്ന രക്ഷകർത്താക്കളാണ്. നമ്മുടെ വീരനാഗാവ് സ്കൂള് വളരെ നല്ല രീതിയിൽ കണ്ടില്ലേ. നമുക്ക് ഇതാണ് സന്തോഷം എന്ന് പറയുന്നത്. അതല്ല നിങ്ങൾ എല്ലാ കുട്ടികളുമായിട്ട് കൂട്ടുകൂടുക എന്ന് വെച്ചാൽ മാറി നിൽക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ആ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് നല്ല വിദ്യാഭ്യാസം നേടി സമൂഹത്തിന്റെ നല്ല പൗരന്മാരായി വളരുന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ എല്ലാവരും സംസാരിച്ചത്. തുടങ്ങിയ ഒരു യജ്ഞമാണ് ഈ സ്കൂളൊന്ന് വൃത്തിയാക്കുന്നത്. 2 മാസം അടച്ചിട്ടിരുന്ന സ്കൂളാണ്. അപ്പോൾ അതിൻ്റെതായ ഒരുപാട് പോരായ്മകൾ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം വൃത്തിയാക്കാൻ എല്ലാ സ്റ്റാഫും ഒന്നടങ്കം പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇതിനെ പഴയ സ്കൂളാക്കി എടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. പക്ഷേ കൈപുസ്തകമായിട്ട് രക്ഷിതാക്കൾക്ക് എല്ലാം എത്തിക്കാനുള്ള ഒരു പരിമിതി ഉള്ളതുകൊണ്ട് അത് മിക്കവാറും ഒരു ഡിജിറ്റൽ രൂപത്തിലേക്ക് കിട്ടും. അതിൽ നമുക്ക് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ഞാനിങ്ങനെ ദീർഘിപ്പിച്ച് പറയുന്നില്ല. ഒരു വ്യക്തിക്ക് മാനസിക ആരോഗ്യത്തിലേക്ക് എത്തും മുമ്പ് തന്നെ അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. ഈ ഘട്ടത്തിലാണ് കൗൺസിലിംഗ് ഉപയോഗിക്കുന്നത്. സാം ജോൺ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്.
അപ്പൊ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി 2 വാക്ക് സംസാരിക്കും. നമുക്ക് ആദ്യം തന്നെ കിട്ടിയ ന്യൂസ്, ഈ സ്കൂളിൽ 100% വിജയം നേടി എന്നുള്ള ഒരു ന്യൂസ് നമ്മൾ ലിസി ടീച്ചർ പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ പ്രവർത്തനം കൊണ്ട് ഒരു നല്ലൊരു കാര്യം നേടാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ വിജയമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അതിൻ്റെ സന്തോഷം നമ്മൾ ടെക്നോ പാർക്കിൽ പറയുകയുണ്ടായി. റീച്ച് ടീമിലുള്ള എല്ലാവർക്കും തന്നെ, ആ കമ്മിറ്റിയിലുള്ള എല്ലാവർക്കും തന്നെ വളരെ സന്തോഷമുണ്ടായി. നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ്.